ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫുൾ ഒരു ചാപ്റ്റർ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഇതിലെ അവസാനത്തെ വിലയിരുത്തൽ പ്രവർത്തനം കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് നേരെ നോക്കാം. മാറ്റങ്ങളുടെ ലോകം. ഇവിടെ നോക്കൂ, എന്താണ്, ഒരു കുഞ്ഞു കോഴിക്കുട്ടിയാണുള്ളത് അല്ലേ. ഇതുപോലുള്ള ഒരു മുട്ടയാണോ ഞാനായി മാറിയത് എന്ന് കോഴിക്കുട്ടി ആലോചിക്കുകയാണ് അല്ലേ. ആ ഒരു മുട്ട കണ്ടപ്പോൾ ചിത്രം ശ്രദ്ധിച്ചില്ലേ? എന്ത് ഭംഗിയുള്ള കോഴിക്കുഞ്ഞ്. എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മുട്ട വിരിഞ്ഞല്ലേ ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നത്? ആണല്ലേ. മുട്ട അടവെച്ച് നമ്മൾ എത്രയാണ് 21 ദിവസം കഴിയുമ്പോഴാണ് അത് പൊട്ടി ഈ കോഴിക്കുഞ്ഞായിട്ട് പുറത്ത് വരുന്നത്. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ മുട്ടയ്ക്കുള്ളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണമല്ലോ. ഉണ്ടാവില്ലേ? നമുക്കറിയാം, മുട്ടയുടെ ഉള്ളിൽ ആ ഒരു ഉണ്ണിയും അതുപോലെ അതിൻ്റെ വെള്ളയുമാണുള്ളത്. അതിൽ പരിവർത്തനം സംഭവിച്ചിട്ടാണ് എന്തായി മാറുന്നത്? കോഴിക്കുഞ്ഞായിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ ജോഡിയിലും നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ശർക്കര. ശർക്കര എന്താ ചെയ്യുന്നത്? ശർക്കര എന്താണ്? പൊടിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് പയർവിത്ത്. പയർവിത്ത് എന്താവുന്നു? മുളക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുളക്കുന്നു എന്ന് എഴുതി കൊടുക്കുക. മേഘം എന്തായി മാറുന്നു? മഴയായി പെയ്യുന്നു. അപ്പോൾ ഈ മുളക്കുന്നു, മഴയായി പെയ്യുന്നു എന്നുള്ള രണ്ടും അവിടെ എഴുതാം. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് ഇതുപോലുള്ള മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. ഒന്ന് മാങ്ങക്ക് എന്ത് സംഭവിക്കുന്നു? മാങ്ങ പഴുക്കുന്നു അല്ലേ. മാങ്ങ പഴുക്കുകയാണ് ചെയ്യുക. വെള്ളം എന്ത് ചെയ്യും? വെള്ളം തിളക്കുന്നു. ഐസ് ഉരുകുന്നു. പഴങ്ങൾ ചീഞ്ഞു പോകുന്നു. വിറക് കത്തുന്നു. ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള മാറ്റങ്ങളാണ്. മാറ്റങ്ങൾ പലവിധം. മെഴുക്, പേപ്പർ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചില കരകൗശല വസ്തുക്കൾ നിരീക്ഷിക്കൂ. ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ചെയ്തു നോക്കൂ. അപ്പോൾ ഇതൊക്കെ മെഴുക് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, മുത്തുകൾ, കത്രിക, സ്കെച്ച് പേന. നൽകിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രൂപങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾ ഉപയോഗിച്ച ഓരോ വസ്തുവിനും എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. കളർ ക്ലേ എന്താവും? രൂപം മാറും അല്ലേ. അപ്പോൾ രൂപത്തിന് മാറ്റം വരുന്നു എന്ന് എഴുതി കൊടുക്കുക. കളർ പേപ്പറോ? പേപ്പറിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും മാറ്റം വരുന്നു. കാരണം നമ്മളിത് വെട്ടുമ്പോൾ അതിൻ്റെ ആകൃതിയും വലുപ്പവും മാറുകയാണ് ചെയ്യുക. ചാർട്ട് പേപ്പർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പേപ്പറിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും മാറ്റം വരികയാണ് ചെയ്യുന്നത്. കളർ ക്ലേ എന്ന പദാർത്ഥത്തിനാണോ അതിൻ്റെ രൂപത്തിനാണോ മാറ്റം വന്നത്? പദാർത്ഥത്തിനാണോ? അല്ല, അതിൻ്റെ രൂപത്തിനാണ് മാറ്റം വന്നത് അല്ലേ. പദാർത്ഥം എപ്പോഴും കളർ ക്ലേ തന്നെയാണ്, പക്ഷെ നമ്മൾ ഏത് രൂപത്തിലാണോ മാറ്റുന്നത് ആ രൂപത്തിൽ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. ഇതുപോലെ ചാർട്ട് പേപ്പറും കളർ പേപ്പറും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയപ്പോഴോ അവിടെ എന്താണ്? അതിൻ്റെ വലുപ്പത്തിലും ആകൃതിയിലും തന്നെയാണ് മാറ്റം ഉണ്ടാകുന്നത്. കളർ പേപ്പറിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓരോ സന്ദർഭത്തിലും പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? പദാർത്ഥം കളർ പേപ്പർ തന്നെയാണ്, അതിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഓരോ സന്ദർഭത്തിലും നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തു തന്നെയല്ലേ വ്യത്യസ്ത ആകൃതിയിലേക്ക് മാറിയത്? അതെ അല്ലേ. ഓരോന്നും കളർ പേപ്പർ കൊണ്ടുണ്ടാക്കിയത് കളർ പേപ്പർ തന്നെയാണ്, ക്ലേ കൊണ്ടുണ്ടാക്കിയത് എപ്പോഴും ക്ലേ തന്നെയാണ്. രൂപമാറ്റം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കൂ. ഓരോ സന്ദർഭത്തിലും വസ്തുവിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്? ഒന്നാമത്തെ തണ്ണിമത്തനാണല്ലേ. അതെന്തായി? നമ്മൾ പീസാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് ഒരു മരത്തിൻ്റെ കഷ്ണമാണ്, അതുകൊണ്ട് നമ്മളൊരു കസേര ഉണ്ടാക്കി. അപ്പോൾ അവിടെ രൂപം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഗ്ലാസ് ഈ കുപ്പി എന്താണ്? അത് പൊട്ടി. അപ്പോൾ അവിടെ എന്തായി? കുപ്പി ചില്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പൈപ്പ് ഉരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അതെന്താണ്? അതിന് വികസനമാണ് അവിടെ സംഭവിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല അല്ലേ. ഓരോന്നിലും മാറ്റം വ്യത്യസ്ത തരത്തിലാണെന്ന് നമുക്ക് പറയാം. അവസ്ഥാമാറ്റം. ജലത്തിന്റെ അവസ്ഥാമാറ്റങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? എഴുതി നോക്കൂ. ജലത്തിന്റെ അവസ്ഥാമാറ്റം നമുക്കറിയാം അല്ലെ. ജലം ഉരുക്കി കഴിഞ്ഞാൽ എന്താവും? അത് തിളച്ചു കഴിഞ്ഞ് നീരാവിയായിട്ട് മാറും. ഇനി അത് തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും? ഐസായിട്ട് മാറും. അപ്പോൾ പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ജലത്തിന്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതും. ഒന്ന്, മഴ ഉണ്ടാകുന്നത്, മഞ്ഞുരുകി വെള്ളമാകുന്നത്,
സസ്യങ്ങൾ വേരിലൂടെ ജലം വലിച്ചെടുക്കുന്നത്, ഐസ്ക്രീം ഉരുകുന്നത്, ഇതൊക്കെ ഇത്തരത്തിലുള്ള ജലത്തിന്റെ അവസ്ഥാമാറ്റമാണ് കാണാൻ കഴിയുന്നത്. ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ജലം എന്ന് പറയുന്നത് എപ്പോഴും ജലം തന്നെയാണ്. അവിടെ അവസ്ഥയാണ് മാറുന്നത്. ജലം നീരാവിയാകുന്നതും ഐസ് ആകുന്നതും അവിടെ ജലത്തിന് മാറ്റം വരുന്നില്ല, അതിന്റെ അവസ്ഥക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഐസും നീരാവിയും ജലത്തിന്റെ രണ്ട് അവസ്ഥകൾ തന്നെയല്ലേ? ആണ് അല്ലേ? അപ്പൊ ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിന് മാറ്റം വരുന്നില്ല. ഐസും നീരാവിയും ജലത്തിന്റെ രണ്ട് അവസ്ഥകൾ തന്നെയാണ്. ഇനി ഇവിടെ ജലം തണുപ്പിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐസ് കിട്ടും അല്ലേ? അത് ഐസ് എന്ന് പറയുന്നത് ഒരു ഖരാവസ്ഥയാണ്. ഇനി ജലം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും? നീരാവിയായിട്ട് മാറും. നീരാവി എന്ന് പറയുന്നത് വാതകമാണ്. ജലം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകമാണ്. അപ്പൊ ജലത്തിന്റെ മൂന്ന് അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. അഥവാ ഐസ്, ജലം, നീരാവി എന്ന് പറയുന്നത് ജലത്തിന്റെ തന്നെ മൂന്ന് അവസ്ഥകളാണ്. ആകൃതി, വലുപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. നാം മുമ്പ് ചർച്ച ചെയ്ത സന്ദർഭങ്ങൾ നോക്കൂ. എന്താണ്? ഒന്ന്, ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. തടി ഉപയോഗിച്ച് കസേര ഉണ്ടാക്കുന്നു. തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കുന്നു. ജലം ഐസാക്കുന്നു. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം പദാർത്ഥത്തിന്റെ ഭൗതിക സ്വഭാവങ്ങളിലല്ലേ മാറ്റമുണ്ടായത്? അതെ, ക്ലേ എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവും. അതിന്റെ രൂപത്തിൽ മാത്രമേ, അവന്റെ ഭൗതികമായിട്ടുള്ള സ്വഭാവമാണ് രൂപമാറ്റം. അതിന് മാത്രമേ അവിടെ മാറ്റം സംഭവിക്കുന്നുള്ളൂ. തടി ഉപയോഗിച്ച് കസേര ഉണ്ടാക്കുക. കസേരയും അപ്പം എന്ത് തന്നെയാണ്? തടി തന്നെയാണ്. അവിടെ ആകൃതി മാത്രമേ മാറുന്നുള്ളൂ. അങ്ങനെ ഓരോന്നിലും എന്താണ്? അതിന്റെ ഭൗതികതയിൽ മാത്രമേ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അവിടെ പഴയ പദാർത്ഥം തന്നെയാണ്. അതിന്റെ അവസ്ഥയിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഭൗതിക സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നതും എന്നാൽ പദാർത്ഥത്തിന് മാറ്റം വരാത്തതുമായ സന്ദർഭങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. മെഴുക് ഉരുകുന്നത്, അതിനെക്കുറിച്ച് നോക്കാം. മെഴുകുതിരി ഖരവസ്തുവാണല്ലോ അല്ലെ? മെഴുക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖരവസ്തുവാണ്. ഈ മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം. ഇപ്പോൾ മെഴുകിന് എന്ത് മാറ്റാനുണ്ടായത്? കുഞ്ഞു കുഞ്ഞു മെഴുകായിട്ട് മാറി. അത്രയും മാറ്റമുള്ളൂ. ഇനി മെഴുക് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയല്ലേ? ആണ്, അതേ അവസ്ഥയിൽ തന്നെയാണ്. സ്പൂണിൽ ചെറിയൊരു കഷ്ണം മെഴുകെടുത്ത് ചൂടാക്കാം. മെഴുകിന്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക? മെഴുക് ഉരുകും അല്ലെ? അത് വെള്ളമായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ട് മാറും, ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ഒഴുകിയ മെഴുക് അല്പനേരം തണുക്കാൻ അനുവദിക്കൂ. ഇപ്പൊ എന്തുണ്ടാവും? വീണ്ടും അത് ഖരാവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഖരാവസ്ഥയിലുള്ള മെഴുകും ഒഴുകിയ മെഴുകും ഒരേ പദാർത്ഥമല്ലേ? ഒരേ പദാർത്ഥം തന്നെയാണ്. ഇവിടെ മെഴുകിനുണ്ടായ മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടായോ? ഇല്ല. അതേ മെഴുക് തന്നെയാണ് പിന്നെയും ഉണ്ടായത്. തണുത്തപ്പോൾ പുതിയ പദാർത്ഥമായോ? ഇല്ല. അപ്പോഴും മെഴുക് തന്നെയാണ് അല്ലെ? അപ്പോൾ മെഴുക് മുറിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അതിന്റെ ഭൗതിക മാറ്റം, അല്ല ആകൃതിയിൽ മാറ്റം ഉണ്ടാകും. ഭൗതിക മാറ്റം അവസ്ഥ എന്താണ്? ഖരാവസ്ഥ തന്നെയാണ്. മെഴുക് ചൂടാക്കുമ്പോൾ അവിടെ എന്താണ്? അവിടെയും ഭൗതിക മാറ്റമാണ് ഉണ്ടാക്കുന്നത്. ഖരാവസ്ഥയിൽ നിന്നും അത് വീണ്ടും ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ഇനി ഉരുകിയ മെഴുക് തണുപ്പിക്കുമ്പോൾ വീണ്ടും അതെന്താവും? ഭൗതിക മാറ്റം സംഭവിക്കും. വീണ്ടും ദ്രാവകാവസ്ഥയിൽ നിന്നും ഖരാവസ്ഥയിലേക്ക് വരും. സ്പൂണിലെ മെഴുക് കൂടുതൽ സമയം ചൂടാക്കൂ. ഇപ്പോൾ മെഴുക് എവിടെ കാണുന്നുണ്ടോ? ഇല്ല. അതെന്താവും? അത് നീരാവിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മെഴുക് എവിടെ പോയി? മെഴുക് ചൂടാക്കുമ്പോൾ നടന്ന അവസ്ഥാ മാറ്റങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യും. മെഴുക് ചൂടാക്കുമ്പോൾ അത് ചൂടായി അതെന്താണ്? ആകാശത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. മെഴുക് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ മറ്റൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: മെഴുക്, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ, ലാമ്പ്. ഇത്രയുമാണ് സാധനം വേണ്ടത്. ചിത്രത്തിൽ കാണുന്ന പോലെ ബോയിലിംഗ് ട്യൂബിൽ മെഴുക് കഷ്ണം എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കും. ബോയിലിംഗ് ട്യൂബിന്റെ വായുഭാഗം കോട്ടൺ ഉപയോഗിച്ച് അടക്കണം. ഈ പരീക്ഷണത്തിൽ മെഴുകിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മെഴുക് എന്ത് ചെയ്യും? അവിടെ ഉരുകും അല്ലെ? മെഴുക് ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് മാറും. ഒഴുകിയ മെഴുക് വീണ്ടും ചൂടാക്കുക. അപ്പം എന്താണ്? അത് ഇങ്ങനെ പുറത്തേക്ക് പുക പോലെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബോയിലിംഗ് ട്യൂബ് ലാബിൽ നിന്ന് മാറ്റി അല്പനേരത്തിന് ശേഷം എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിലുള്ള ഒരു ദ്രാവകത്തിലുള്ള മെഴുക് വീണ്ടും കട്ടയാകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ എന്താണ് ബോയിലിംഗ് ട്യൂബിനുള്ളിൽ കാണാൻ കഴിയുന്നത്? മെഴുകാണ് അല്ലേ? ബോയിലിംഗ് ട്യൂബിലെ കോട്ടൺ എടുത്ത് നിരീക്ഷിക്കൂ. കോട്ടണിലും ബോയിലിംഗ് ട്യൂബിന്റെ മുകൾ ഭാഗത്തും മെഴുകിന്റെ അംശം കാണുന്നില്ലേ? കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ വശങ്ങളും നിരീക്ഷിക്കുക. അവിടെയും എന്തുണ്ട്? മെഴുക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ സന്ദർഭത്തിലുണ്ടായ മാറ്റം താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനം രൂപീകരിക്കാം. അപ്പോൾ ഒന്ന്, ചൂടാക്കുന്നതിന് മുമ്പ് ഈ മെഴുക് ഏത് അവസ്ഥയിലായിരുന്നു? ഖരാവസ്ഥയിലായിരുന്നു. ഈ ചൂടാക്കിയപ്പോൾ അവസ്ഥയിൽ വന്ന മാറ്റം എന്താണ്? മെഴുക് ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് മാറി.
ഇനി കൂടുതൽ ചൂടാക്കിയപ്പോൾ ഏത് അവസ്ഥയിലേക്ക് മാറി? ദ്രാവക മെഴുക് നീരാവിയായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ഏത് അവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലേക്കും പിന്നെന്ത് മാറി? അത് ഖരാവസ്ഥയിലേക്കും മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായി മാറിയോ? ഇല്ല, മെഴുക് തന്നെയാണ് അപ്പോഴും. മെഴുകിനുണ്ടായ മാറ്റം സ്ഥിരമാണോ താൽക്കാലികമാണോ? താൽക്കാലിക മാറ്റമാണല്ലേ, കാരണം അതിന്റെ ചൂട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായിട്ട് മാറും? മെഴുകായിട്ട് മാറും. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റം ആണ്. ഇനി മെഴുകിനുണ്ടായ മാറ്റം ചിത്രീകരിക്കുന്നത് നോക്കൂ. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. എന്താണ്? ഒഴുകിയ മെഴുകുകട്ട നമ്മൾ ചൂടാക്കുകയാണ്. അവിടെ എന്താണ്? താപോർജം. അപ്പോൾ ചൂടാക്കുക എന്ന് പറയുമ്പോൾ അവിടെ താപമാണ് സ്വീകരിക്കുന്നത്, അല്ലെ? മെഴുക് സ്വീകരിക്കുന്നത് ആ ഒരു ചൂടാണ്. അപ്പോൾ താപോർജം സ്വീകരിക്കുന്നു. പിന്നീട് അതെന്താവും? ഉരുകിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറും. പിന്നെ നമ്മളത് ചൂടാക്കുകയാണ്. അപ്പോഴും അവിടെ എന്താണ്? വീണ്ടും താപമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ താപോർജം സ്വീകരിക്കുന്നു എന്ന് എഴുതാം. അപ്പോൾ ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് മാറ്റും, നീരാവിയായിട്ട് മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂട് മാറ്റി നമ്മൾ അതിനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് കിട്ടിയ താപം അത് പുറത്തുവിടും. അപ്പോൾ താപോർജം പുറത്തുവിടുന്നു. ബാഷ്പാവസ്ഥയിലെ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ തണുപ്പിക്കുകയാണെങ്കിൽ അതെന്താവും? താപോർജം പുറത്തു വിട്ടിട്ട് മെഴുകു കട്ടയായിട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ മാറുന്നതാണ്, അല്ലേ? ഒരു സൈക്കിള് പോലെ മാറാണ്. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകമാവും, നീരാവിയാകും, വീണ്ടും ദ്രാവകാവസ്ഥയിലേക്ക് മാറും, വീണ്ടും ഖരാവസ്ഥയിലേക്ക് മാറും. മെഴുകിന് താപോർജം ലഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അപ്പോൾ ഈ ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്. മെഴുകിന്റെ അവസ്ഥാ മാറ്റം ചിത്രീകരിച്ചതുപോലെ താപം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും ഐസിനുണ്ടാകുന്ന അവസ്ഥാ മാറ്റങ്ങൾ ചിത്രീകരിക്കും. ഐസിനും ഉണ്ടാകുന്നത് എന്താണ്? ഇതേ സെയിം അവസ്ഥാ മാറ്റം തന്നെയാണ്, നമ്മളത് പഠിച്ചിട്ടുള്ളതുമാണ്. ഐസിനുണ്ടാകുന്ന മാറ്റം താൽക്കാലികമാണോ സ്ഥിരമാണോ? താൽക്കാലികമാണല്ലേ. അപ്പോൾ ഐസ് കുറച്ചു നേരം പുറത്ത് വെച്ച് എന്താവും? അത് വെള്ളമായിട്ട് മാറും. പിന്നെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് താപം കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് നീരാവിയായിട്ട് പോകും. അപ്പോൾ ഐസിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അവിടെ എന്താണ്? ജലം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അത് പേര് മാറി ഐസ്, നീരാവി എന്നായിട്ട് മാറുന്നു എന്ന് മാത്രം. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെയ്യും വെളിച്ചെണ്ണയും മറ്റും കട്ടിയാവാറുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? തണുപ്പാവുന്ന സമയത്ത് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കട്ടിയാവും. ഇവ കട്ടിയാകുന്നത് ഏത് അവസ്ഥയിലാണ്? അതിന് താപം പുറത്തു വിടുമ്പോഴാണ്, അല്ലേ? അത് താപം പുറത്ത് വിട്ടിട്ട് തണുപ്പാവുമ്പോഴാണ് അത് ആ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. ഏത് കാലാവസ്ഥയിലാണ്? പ്രധാനമായിട്ടും ഈ ഒരു തണുപ്പുള്ള സമയങ്ങളിലാണ്, ഡിസംബർ സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ മാറ്റങ്ങൾ താൽക്കാലികമാണോ സ്ഥിരമാണോ? താൽക്കാലികമായ മാറ്റമാണ്. ഇവയിൽ നിന്ന് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അത് കട്ടിയായിട്ട് ഇരിക്കുമെന്ന് മാത്രം. നമ്മളത് ചൂടാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് വെളിച്ചെണ്ണയായിട്ടും നെയ്യായിട്ടും നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചല്ലേ നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇത്തരം മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സാധനത്തിന്റെ, ഒരു പദാർത്ഥത്തിന്റെ വലിപ്പം, ആകൃതി, അവസ്ഥ, ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് നമ്മളവിടെ ഭൗതിക മാറ്റം സംഭവിച്ചു എന്ന് പറയുന്നത്. ഭൗതിക മാറ്റങ്ങൾ വഴി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഓക്കെ, ഭൗതിക മാറ്റം ഉണ്ടായാൽ അവിടെ എന്തില്ല? പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇവക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ ഇവിടെ ഭൗതിക മാറ്റം എന്താണെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ച്. നമുക്ക് വായിക്കാം. പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുന്ന ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലികമായിട്ടുള്ള മാറ്റവുമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൗതിക മാറ്റം എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി വെക്കുക. ഭൗതിക മാറ്റങ്ങൾ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന്, നമ്മൾ അലങ്കാര വസ്തുക്കളാക്കും, അല്ലെ? അതുപോലെ തന്നെ ഹരിതകർമ്മ സേനക്ക് നൽകുന്നു, ചെടികൾ നടുന്നതിന് ഉപയോഗിക്കുന്നു, വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ വസ്തുക്കളെ പുനർനിർമ്മിക്കാൻ പറ്റുമോ? ഭൗതികാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാകുമോ? ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അല്ലെ? പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കിയിട്ട് നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പുനർനിർമ്മാണത്തിന് അവസ്ഥാ മാറ്റം പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. പുനർനിർമ്മാണം അഥവാ റീസൈക്ലിംഗ്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്.
എന്നതാണ് അല്ലേ. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളായി പുനർനിർമ്മിക്കാൻ കഴിയും. ഇരുമ്പ്, പിച്ചള, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ ഉരുക്കി നമുക്ക് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇരുമ്പ്, ചെമ്പ്, പിച്ചള ഇതുകൊണ്ടൊക്കെ നമുക്ക് പുതിയ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പേപ്പർ കൊണ്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആക്രിക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് എന്താണ്, ഇതൊക്കെ വലിയ വലിയ കമ്പനീസിനൊക്കെ കൊടുത്തിട്ട് ഇത്തരത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പുനരുപയോഗം, റീയൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറ്റും. ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതിനെയാണ് നമ്മൾ പുനരുപയോഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കും പാഴ്വസ്തുക്കളെ ഇത്തരത്തിൽ വിവിധ രീതിയിൽ ഉപയോഗപ്പെടുത്താം. ചില ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കും. ഇവിടെ നോക്കൂ, ഈ ടയറിൽ നിന്നൊക്കെ നമ്മൾ നല്ല ചെടികളൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ചെടി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് വീണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റുകളായിക്കോട്ടെ, ചട്ടികൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ. അപ്പോൾ പ്രകൃതിയിലേക്ക് വെറുതെ വലിച്ചെറിയാതെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. മെഴുക്, ജലം, പ്ലാസ്റ്റിക് തുടങ്ങിയവയുടെ ഭൗതിക മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ജീവിത സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന ഭൗതിക മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് അരി പൊടിക്കുക. അവിടെ എന്താണ്, അരി പൊടിക്കുമ്പോൾ അരി എന്ന് പറയുന്നത് വലുതാണ്, അത് പൊടിയുമ്പോൾ എന്തായി ചെറുതായിട്ട് മാറും. അപ്പോൾ വലിപ്പം കുറയുന്നു, പൊടിയാകുന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേകത. അടുത്തത് കടലാസ് മുറിക്കുന്നു. അവിടെ എന്താണ്, ആകൃതിയും വലിപ്പവും മാറുകയാണ് ചെയ്യുന്നത്. പച്ചക്കറികൾ മുറിക്കുന്നു, വലിപ്പവും ആകൃതിയും മാറുന്നു, പുതിയ പദാർത്ഥം ഒന്നും അതിൽ നിന്നും ഉണ്ടാകുന്നില്ല. റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നു, ആകൃതിയാണ് അവിടെ മാറുന്നത്. ചോക്ക് കഷ്ണം പൊടിക്കുന്നു, വലിപ്പവും ആകൃതിയും മാറുന്നു, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ചില സന്ദർഭങ്ങളാണ് അവിടെ എന്താണ് ഭൗതിക മാറ്റം എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചുറ്റും ഇനിയും ഒരുപാട് ഭൗതിക മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മാറ്റങ്ങൾ ഇങ്ങനെയും എന്നതാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. പേപ്പർ, വിറക് എന്നിവ കത്തുന്നത് കണ്ടിട്ടില്ലേ. പേപ്പർ കത്തുന്നു അല്ലേ, അതുപോലെ തന്നെ വിറക് കത്തുന്നു. അതിൽ നിന്ന് എന്ത് കിട്ടും, നമുക്ക് ചാരം കിട്ടും അല്ലേ. ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അവിടെ കത്തുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ അത് ഭൗതിക മാറ്റമാണോ അവിടെ സംഭവിക്കുന്നത്, അതിൻ്റെ രൂപവും ആകൃതിയുമാണോ, എന്താണ് ഭൗതിക മാറ്റവുമായിട്ട് താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ഇപ്പം പേപ്പർ മുറിച്ച് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പേപ്പർ കഷ്ണത്തിലെയും പേപ്പറിലെയും പദാർത്ഥങ്ങൾക്ക് മാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല അല്ലെ, അതേ പേപ്പർ കഷ്ണം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, പേപ്പർ കത്തിയ ശേഷം ലഭിച്ച പദാർത്ഥവും പേപ്പറും ഒരുപോലെയാണോ, അല്ല. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ രണ്ടും പദാർത്ഥവും രണ്ട് രീതിയിലാണ് ഉള്ളത്. കത്തിയപ്പോൾ ലഭിച്ച ചാരം എന്ന് പറയുന്നത് എന്താണ്, അവിടെ പുതിയ ഒരു പദാർത്ഥമാണ്. വിറക് കത്തുമ്പോഴും നമുക്ക് കിട്ടുന്ന ചാരം എന്ന് പറയുന്നത് വിറകിന്റെ അതേ ഗുണങ്ങൾ അതിനുണ്ടായിരിക്കില്ല, അതിന് വേറെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ മാറ്റം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മാറ്റമാണോ, അല്ല. ആ ഒരു കത്തിച്ച വിറക്, ആ ചാരത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വിറക് ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇതെന്താണ്, അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അപ്പൊ സ്ഥിര മാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. അതിനാവശ്യമായ സാമഗ്രികൾ: പഞ്ചസാര, സ്പൂണ്, തീപ്പെട്ടി, മെഴുകുതിരി, ഈർക്കിലി, ലാമ്പ്. എന്താണ് പരീക്ഷണം എന്ന് പറയുന്നത്? ഒരു സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക. പഞ്ചസാരക്കുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പഞ്ചസാര ഉരുകും അല്ലേ. ഉരുകിയ പഞ്ചസാര ഈർക്കിലെടുത്ത് രുചിച്ചു നോക്കൂ. വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുക? ആ രുചിച്ചു നോക്കിയാൽ നമുക്ക് മധുരം തന്നെ തോന്നും. വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ പഞ്ചസാരയുടെ നിറം മാറും. ഇനി തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ മറ്റൊരു ഈർക്കിലെടുത്ത് രുചിച്ചു നോക്കൂ. അത് പൂർണ്ണമായിട്ടും എന്തായിരിക്കും? കറുത്ത നിറമായിരിക്കും. കറുത്ത നിറമാകുന്നത് വരെ ചൂടാക്കാം. എന്നിട്ട് രുചിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഞ്ചസാരയുടെ രുചി അവിടെ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അവിടെ പുതിയ ഒരു പദാർത്ഥമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും പഞ്ചസാരക്കുണ്ടായ മാറ്റമാണ് ഇവിടെ എഴുതിയത്. അല്പം ചൂടാക്കുമ്പോൾ അതിൽ നിറത്തിൽ മാറ്റം ഉണ്ടാവില്ല. അവസ്ഥ എന്ന് പറയുന്നത് ഉരുകുകയാണ് ചെയ്യുക. രുചി എന്തായിരിക്കും? മധുരം തന്നെയായിരിക്കും. പുതിയ പദാർത്ഥമൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഇനി ഉരുകിയ പഞ്ചസാര വീണ്ടും ചൂടാക്കുമ്പോൾ അതെന്താവും? ഒരു ഇളം തവിട്ട് നിറമാവും. നമ്മൾ കാരമലൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും അല്ലെ. കാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കാൻ
ഉണ്ടാക്കാനും പുഡിംഗ് ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ എന്താണ് അവിടെ അവസ്ഥ എന്ന് പറയുന്നത് ഉരുകി ഒരു കട്ടിയുള്ള ദ്രാവകമായിട്ട് മാറും. മധുരം കൂടുതലുണ്ടാവും, പക്ഷേ കയ്പ്പ് വരെ ആയി മാറും. മധുരം ഉണ്ടാവും, പിന്നെയും നമ്മൾ ചൂടാക്കുമ്പോൾ അത് കയ്പ്പ് വരെ എത്തും. അപ്പോൾ അവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, അവിടെ അത് ദ്രാവകമായിട്ട് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി കൂടുതൽ സമയം നമ്മൾ വീണ്ടും ചൂടാക്കുകയാണ്. അപ്പോൾ എന്താവും? അതിൻ്റെ നിറം എന്ന് പറയുന്നത് കറുത്ത നിറമായിട്ട് മാറും, അത് ഖരാവസ്ഥയിലേക്ക് മാറും. അതുപോലെ തന്നെ അതിൻ്റെ രുചി എന്ന് പറയുന്നത് കയ്പ്പ് രുചിയായിരിക്കും. അത് പുതിയ പദാർത്ഥമായി ആ ഒരു കറുത്ത കട്ടയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ഇവിടെ ഉണ്ടായ മാറ്റങ്ങളും പദാർത്ഥങ്ങളുടെ സവിശേഷതകളും വിശകലനം ചെയ്യൂ. അവസാനം ലഭിച്ച കറുത്ത പദാർത്ഥമായ കരിയും പഞ്ചസാരയും ഒന്നാണോ? രുചിയിലുള്ള മാറ്റത്തിന് കാരണം എന്താണ്? അപ്പോൾ അവസാനം ലഭിച്ച കറുത്ത പദാർത്ഥവും പഞ്ചസാരയും ഒന്നല്ല. പഞ്ചസാര ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പദാർത്ഥം രാസമാറ്റം മൂലമാണ് രുചി മാറുന്നത്. അവിടെ എന്താണ്? രാസമാറ്റമാണ് സംഭവിക്കുന്നത്. അതിലൂടെ അവിടെ രുചി മാറി വേറെ ഒരു സാധനമായിട്ട്, ഒരു കരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ലഭിച്ച പദാർത്ഥം തണുപ്പിച്ച് നോക്കുക. പുതിയ പദാർത്ഥം പഞ്ചസാരയായി മാറുമോ? ഇല്ല, ആ ഒരു കറുത്ത കരിക്കട്ട അങ്ങനെ തന്നെയായിരിക്കും. അതൊരിക്കലും പിന്നീട് പഞ്ചസാരയായിട്ട് മാറുകയും ഇല്ല. ഇനി ഇത് അപ്പോൾ ഈ മാറ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, അവിടെ എന്താവുന്നു? അത് അതിൻ്റെ രുചി മാറുന്നു, അവസ്ഥ മാറുന്നു. അതുപോലെ തന്നെ അവിടെ മാറ്റമുണ്ടായത് വീണ്ടും സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമായി മാറുകയുമാണ് ചെയ്യുന്നത്. അടുത്തൊരു പരീക്ഷണം നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: തീപ്പെട്ടി, മഗ്നീഷ്യം റിബണ്, സാൻഡ് പേപ്പർ. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബണ് തീപ്പെട്ടി ഉപയോഗിച്ച് ടീച്ചറുടെ സഹായത്തോടെ കത്തിക്കുക. മാറ്റങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്ത 2 പരീക്ഷണത്തിലും മാറ്റം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ അത് കത്തി ചാരമായിട്ട് മാറുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകും. ഈ പഴയ പദാർത്ഥം മാറ്റാനാകും? നമുക്ക് ഇല്ല, അത് നമുക്ക് ചാരമായിട്ട് തന്നെ കിട്ടുള്ളൂ. അവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ആ ഒരു പദാർത്ഥത്തെ നമ്മൾ വീണ്ടും തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു മഗ്നീഷ്യം ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? അത് സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. രാസമാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഊർജ്ജം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ് രാസമാറ്റത്തിൻ്റെ സവിശേഷതകൾ എന്നവിടെ പറയുന്നുണ്ട്. രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച്. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാവുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റം നടക്കുന്നത് ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അപ്പം മെഴുക് ചൂടാക്കുമ്പോൾ സംഭവിച്ച മാറ്റവും പഞ്ചസാര ചൂടാക്കിയപ്പോൾ സംഭവിച്ച മാറ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലായി അല്ലേ? മെഴുക് ചൂടാക്കിയപ്പോൾ അവിടെ എന്താണ്? അത് ദ്രാവകമായിട്ട് മാറി, പക്ഷെ താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ്. പക്ഷെ പഞ്ചസാര ചൂടാക്കിയപ്പോൾ കിട്ടിയ ചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറുത്ത വസ്തു എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതെന്താണ്? സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഒന്നെന്താണ്? ഭൗതിക മാറ്റവും മറ്റൊന്ന് രാസമാറ്റവുമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി താഴെ രാസമാറ്റത്തിൻ്റെയും ഭൗതിക മാറ്റത്തിൻ്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന്, പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു എന്നതാണ് ഭൗതിക മാറ്റം. രാസമാറ്റത്തിലാണെങ്കിൽ എന്താണ്? പദാർത്ഥത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കും. പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല ഭൗതിക മാറ്റത്തിൽ, പക്ഷേ രാസമാറ്റത്തിൽ വരുമ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. എല്ലായ്പ്പോഴും താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യണമെന്നില്ല ഭൗതിക മാറ്റത്തിൽ, പക്ഷേ രാസമാറ്റത്തിൽ എന്താണ്? താപം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഇനി മാറ്റം താൽക്കാലികമാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി രാസമാറ്റം നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് നടക്കാറുള്ളത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. പ്രകൃതിയെ നിത്യേന ധാരാളം രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ പലതും നാം നിത്യജീവിതത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരം അനുഭവങ്ങൾ ചർച്ച ചെയ്യാം. മാങ്ങ പഴുത്തു എന്നറിയുന്നത് എങ്ങനെയാണ്? മാങ്ങ പഴുത്തു എന്ന് പറയുമ്പോൾ അതിന് മണം വരും അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ കളറിൽ മാറ്റം ഉണ്ടാക്കും. അപ്പം മാങ്ങ പഴുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? രാസമാറ്റമാണ്. പഴുത്ത മാങ്ങയെ നമുക്ക് വീണ്ടും പച്ചയാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? രാസമാറ്റമാണ്. പാലിനെ തൈരാക്കി മാറ്റുന്നതോ? തൈര് എന്ന് പറയുന്നത് എന്താണ്? അവിടെ പാല് തൈരായി മാറുമ്പോൾ അവിടെ രാസമാറ്റമാണ് ഉണ്ടാക്കുന്നത്. തൈരിനെ നമുക്ക് ഒരിക്കലും പിന്നെ പാലാക്കി മാറ്റാൻ വേണ്ടി സാധിക്കില്ല. അപ്പം നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില രാസമാറ്റങ്ങളാണ് താഴെ കൊടുക്കുന്നത്. ആഹാരം ദഹിക്കുന്നത്, അതുപോലെ തന്നെ ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, ഇതൊക്കെ ഇത്തരത്തിലുള്ള രാസമാറ്റങ്ങൾ ആണ്.
അതുപോലെ ആഹാരം വേവുന്നത്, മുറിച്ച ആപ്പിളിൻ്റെ നിറം മാറുന്നത്, മാലിന്യങ്ങൾ ജീർണിക്കുന്നത്. ഇനി ഇവയിൽ നമുക്ക് ഉപകാരപ്രദമായ രാസമാറ്റങ്ങളും അല്ലാത്തവയും ഉണ്ടല്ലോ. അവ പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ചിലതെന്താണ് നമുക്ക് ഉപകാരമുള്ളതാണ് അല്ലേ? ആഹാരം വേവുന്നത്, അതുപോലെ തന്നെ ആഹാരം ജീർണിക്കുന്നത്, ദഹിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഉപകാരമുള്ളതാണ്. ഇനി നമുക്ക് ഉപകാരപ്രദമല്ലാത്ത രാസമാറ്റങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് തടയാൻ നാം എന്തെല്ലാം ചെയ്യാറുണ്ട്? അത് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. നമ്മളതിൽ പെയിന്റ് ചെയ്യാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ തുരുമ്പ് പിടിക്കുന്നത് ഒരുവിധം നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ തുരുമ്പ് എന്ന് പറയുന്നത് ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റമാണ്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അല്ലേ? അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കും, അല്ലെങ്കിൽ ഉപ്പിലിടും, പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നു, അച്ചാറിടുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അടുത്തത് നിരീക്ഷിക്കാം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. വീട്ടിൽ ലഭിക്കുന്ന ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ശാസ്ത്ര കിറ്റിൽ കരുതേണ്ട സാമഗ്രികൾ: വിനാഗിരി, മുട്ടത്തോട്, അപ്പക്കാരം, ഗ്ലാസ്, സ്പൂൺ. മുട്ടത്തോട് പൊട്ടിച്ച് ചെറു കഷ്ണങ്ങളാക്കുക. ഇത് ഏതു തരം മാറ്റമാണ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അത് ഭൗതിക മാറ്റമാണ് അല്ലേ? അവിടെ മുട്ടത്തോട് പൊട്ടി നമുക്ക് ആ ഒരു പൊടി ഉണ്ടാവുക എന്നുള്ളത് ഭൗതിക മാറ്റമാണ്. ആ മുട്ടത്തോടിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല, പദാർത്ഥത്തും സെയിം തന്നെ ആയിരിക്കും. മുട്ടത്തോടിൻ്റെ ഏതാനും ചെറു കഷ്ണങ്ങൾ ഒരു ഗ്ലാസ്സിലിടുക. അതിൽ വിനാഗിരി ഒഴിച്ച് മാറ്റങ്ങൾ നിരീക്ഷിക്കുക. അവിടെ നടക്കുന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു വിനാഗിരി ഒഴിക്കുമ്പോൾ ഈ മുട്ടത്തോടിൽ മാറ്റം സംഭവിക്കും. അപ്പോൾ അത് വിനാഗിരിയിൽ ഇടുമ്പോൾ മുട്ടത്തോടിലെ കാൽസ്യം കാർബണേറ്റ് വിനാഗിരിയിലെ ആസിഡ് പ്രതിപ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ കുമിളകൾ ഉണ്ടാകുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു രാസമാറ്റമാണ്. അവിടെ പുതിയ പദാർത്ഥമാണ് ഉണ്ടാകുന്നത്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. എന്നിട്ട് പതുക്കെ മുട്ടത്തോട് അതിൽ ലയിക്കുകയും ചെയ്യും. ഇനി ഒരു ഗ്ലാസ്സിൽ അല്പം വിനാഗിരി എടുക്കുക. അതിൽ ഒരു സ്പൂൺ അപ്പക്കാരം ഇടുക. എന്ത് സംഭവിക്കും? അപ്പക്കാരം ഇടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ കുമിളകൾ ഉണ്ടാകുന്നു. അവിടെ ഒരു പുതിയ പദാർത്ഥം അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകും. അപ്പോൾ അതെന്താണ്? അതും രാസമാറ്റം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ടീച്ചറുടെ സഹായത്തോടെ വ്യത്യസ്ത വസ്തുക്കൾ തിരഞ്ഞെടുത്ത് പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുക. എന്നിട്ട് പരീക്ഷണങ്ങൾ ചെയ്ത് നിഗമനങ്ങൾ എഴുതുകയും ചെയ്യാം. ഇനി പൂത്തിരി കത്തുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പൂത്തിരി കത്തുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? അവിടെ എന്തുണ്ടാവും? പൂത്തിരി കത്തുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, അതുപോലെ തന്നെ പ്രകാശം ഉണ്ടാവും, അതുപോലെ നിറങ്ങളും ഉണ്ടാകും. പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണെന്ന് നമുക്കറിയാം അല്ലെ? പൂത്തിരി അവിടെ കത്താണ് ചെയ്യുന്നത്. ആ കത്തിയ സാധനം വീണ്ടും പൂത്തിരിയാക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെ എന്താണ്? രാസമാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പൂത്തിരി കത്തുമ്പോൾ ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജരൂപങ്ങൾ ഉണ്ടാകുന്നു. ശബ്ദവും വെളിച്ചവും താപവും ഊർജ്ജരൂപങ്ങളാണെന്ന് നമുക്ക് അറിയാം. പൂത്തിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റത്തിന് കാരണം എന്താണ്? അവിടെ എന്താണ് നമ്മളവിടെ കൊടുക്കുന്നത്? നമ്മളവിടെ കത്തിക്കുകയാണ് ചെയ്യുക അല്ലെ? താപമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, അതിൽ രാസോർജ്ജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജ്ജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള രാസോർജ്ജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജരൂപങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ പൂത്തിരി കത്തുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയായിരിക്കും? എന്താണ്? അവിടെ രാസോർജ്ജമാണ് പൂത്തിരിയുടെ ഉള്ളിലുള്ളത്. അതിൽ നിന്നും താപോർജ്ജവും പ്രകാശോർജ്ജവും ശബ്ദോർജ്ജവും ഈ 3 ഊർജ്ജങ്ങളും പുറത്തു വരും. താപോർജ്ജം, പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം ഈ 3 ഊർജ്ജങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി പട്ടികയിൽ നൽകിയിരിക്കുന്ന രാസമാറ്റങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ചർച്ച ചെയ്ത് അനുയോജ്യമായ കോളങ്ങളിൽ ടിക്ക് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പേപ്പർ കത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? താപം, പ്രകാശം, ശബ്ദം ഇതിലേതിലൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? പേപ്പർ കത്തുമ്പോൾ താപം പുറത്തു വരും അല്ലേ? അതുപോലെ തന്നെ പ്രകാശവും പുറത്തു വരും. കർപ്പൂരം കത്തുമ്പോഴോ അവിടെയും താപം പുറത്തു വരും, പ്രകാശവും പുറത്തു വരും. പടക്കം പൊട്ടുമ്പോൾ താപം പുറത്തു വരും, പ്രകാശം പുറത്തു വരും, ശബ്ദവും പുറത്തു വരും. പാചകവാതകം കത്തുന്നു, അവിടെ താപം പുറത്തു വരും, പ്രകാശം പുറത്തു വരും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പട്ടിക നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. ജസ്റ്റ് അവിടെ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി. അടുത്തത്
ഊർജ്ജമാറ്റം സസ്യങ്ങളിലും. ഇനി എന്താണ് സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഊർജ്ജമാറ്റം സംഭവിക്കുന്നത് എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. സസ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ് നടക്കുന്നത്? സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണമാണ് അല്ലേ, നമുക്ക് അറിയാവുന്നതാണ്. പ്രകാശ സംശ്ലേഷണമാണ് നടക്കുന്നത്. ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം. ഇത് മൂന്നുമാണ് പ്രയോജനപ്പെടുത്തുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഏത് ഊർജ്ജ രൂപമാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? പ്രകാശമാണല്ലോ. അപ്പോൾ അവിടെ പ്രകാശോർജ്ജമാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതിലെന്തുണ്ട്? രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നാണ് താഴെ പറയുന്നത്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഗ്ലൂക്കോസിൽ രാസോർജ്ജം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രകാശോർജ്ജം സ്വീകരിച്ചിട്ട് അവിടെ രാസോർജ്ജം സംഭരിക്കുകയാണ് ചെയ്യുന്നത്. സസ്യങ്ങളിൽ സംഭവിക്കുന്ന ഈ രാസോർജ്ജം ജീവികളിൽ എത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അവിടെ പ്രകാശോർജ്ജം സ്വീകരിക്കുകയും രാസോർജ്ജം അവർ നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. മിന്നാമിനുങ്ങിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. രാത്രി മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവയുടെ ശരീരത്തിൽ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജ്ജം എന്തായി മാറുന്നു? പ്രകാശോർജ്ജമായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഊർജ്ജമാറ്റത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഊർജ്ജമാറ്റം എങ്ങനെയാണ് നിത്യജീവിതത്തിൽ എന്നും നമുക്ക് മനസ്സിലാക്കണം. ഊർജ്ജമാറ്റങ്ങൾ നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. മിക്സി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. മിക്സി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ സ്വിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്വിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ മിക്സി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ചലിക്കുന്നുണ്ടോ? ആ ഒരു മെഷീന് മാത്രം ചലിക്കും അല്ലെ. അതിൻ്റെ ബ്ലേഡ് നീങ്ങുന്ന ആ ഒരു ഭാഗം മാത്രമാണ് ചലിക്കുന്നത്. അപ്പോൾ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജ്ജമുണ്ട്. എന്താണ്? ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജ്ജം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മിക്സിയിലെ യന്ത്രഭാഗം പ്രവർത്തിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട് അല്ലേ. മുൻപ് ചർച്ച ചെയ്ത ഊർജ്ജരൂപങ്ങൾ കൂടാതെ ഇവിടെ മറ്റേതെങ്കിലും ഊർജ്ജരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഇത് കൊടുക്കും അല്ലെ, യാന്ത്രികോർജ്ജം കൊടുക്കുമ്പോഴാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? മിക്സി പ്രവർത്തിക്കുന്നത്. മിക്സി ഓഫാക്കിയ ശേഷം നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? അതിന് ചൂട് അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം വിവിധ രൂപങ്ങളായി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, മിക്സിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മിക്സിയിൽ വൈദ്യുതോർജ്ജമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ശബ്ദോർജ്ജം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. താപോർജ്ജം നമ്മൾ തൊട്ടി നോക്കി കഴിഞ്ഞാൽ അതിൽ ചൂട് അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവുമായി മാറുന്നുവെന്ന് മനസ്സിലായല്ലോ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറ്റുന്ന ഉപകരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം. ഇതേപോലെ തന്നെ മിക്സി മാത്രമാണോ ഉള്ളത്? അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ എന്താണ്? ഇസ്തിരിപ്പെട്ടി എന്ന് പറയുന്നത്. അവിടെ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഈ ഒരു സ്പീക്കറിലൊക്കെ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. അടുത്തത്, ബൾബ് കത്തുമ്പോൾ എന്താണ്? അവിടെ ബാറ്ററിയിൽ നിന്ന് ബൾബ് കത്തുന്നത് രാസോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജമാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഊർജ്ജമാറ്റവും ഊർജ്ജനഷ്ടവും എങ്ങനെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറേയധികം ഊർജ്ജം നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്നില്ലേ? വൈദ്യുത ബൾബ് ഉപയോഗിക്കുന്നത് പ്രകാശം ലഭിക്കാനാണല്ലോ. എന്നാൽ ബൾബിൽ താപവും ഉണ്ടാവും അല്ലേ. ബൾബ് നമ്മൾ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുണ്ടാകുന്ന താപം പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. വിവിധ കാലങ്ങളിൽ നാം ഉപയോഗിച്ച 3 തരം ബൾബുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മൂന്നിലും ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ അളവ് ഏറെക്കുറെ തുല്യമാണ്. ഒന്ന് ഫിലമെന്റ് ബൾബാണ്, അഥവാ 60 വോൾട്ടിന്റെ ബൾബ്. ഇവിടെ വൈദ്യുതോപയോഗം കൂടുതലാണ്, താപോർജ്ജവും വളരെ കൂടുതലാണ്. പിന്നെ CFL ആണ്, അത് 20 വോൾട്ടിൻ്റെതാണ്. വൈദ്യുതോപയോഗം കുറവാണ്, താപോർജ്ജവും കുറവാണ്. അതുപോലെ LED ബൾബ്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് LED ബൾബുകളാണ്. കാരണം വളരെ കുറഞ്ഞ വോൾട്ടിന് നമുക്ക് കിട്ടും. 9 വോൾട്ട്, 5 വോൾട്ട്, 20 വോൾട്ട്, 10 വോൾട്ട് എന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ എന്താണ്? വൈദ്യുതോപയോഗം വളരെ കുറവാണ്, അതുപോലെ തന്നെ താപോർജ്ജവും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട്? ഇപ്പോൾ അധികവും ഏതാണ്? LED ബൾബുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. കാരണം വൈദ്യുത ഉപയോഗം കുറവായതുകൊണ്ട് തന്നെയാണ്. ഇനി
ഓരോന്നിലും സംഭവിക്കുന്ന ഊർജ്ജ മാറ്റങ്ങൾ വിശകലനം ചെയ്ത് കാരണം എഴുതാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അവിടെ വൈദ്യുതോപയോഗം കുറയും, അതുപോലെ തന്നെ താപോർജ്ജവും കുറവാണ്. ബൾബ് കത്തുമ്പോൾ പ്രകാശത്തോടൊപ്പം ഉണ്ടാകുന്ന താപോർജ്ജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. ഉപയോഗിക്കാത്ത താപോർജ്ജം ഊർജ്ജ നഷ്ടം തന്നെയാണ് അല്ലേ. ഫിലമെന്റ് ബൾബിന്റെ ഉപയോഗം കുറയുകയും LED ബൾബിന്റെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? അവിടെ വൈദ്യുത ഉപയോഗം കുറയുകയും അതുപോലെ തന്നെ താപോർജ്ജം ഉണ്ടാക്കുന്നത് കുറയുകയും ചെയ്യും. ഇനി വൈദ്യുതി ബോർഡ് LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇത് തന്നെയാണല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലും LED ബൾബുകൾ പ്രയോജനപ്പെടുത്തുമല്ലോ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. പല സന്ദർഭങ്ങളിലും ഒരു ഊർജ്ജം ഒന്നിലധികം ഊർജ്ജമായിട്ട് മാറുന്നുണ്ടല്ലോ. ഈ ഊർജ്ജ രൂപങ്ങളെല്ലാം നാം ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ബൾബ് കത്തുമ്പോൾ അതിൽ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാകുന്നത്? അവയിൽ ഏത് ഊർജ്ജ രൂപമാണ് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പട്ടികപ്പെടുത്താം. 1. ജല മോട്ടോർ പ്രവർത്തിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തൊക്കെയാണ്? യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം. ഇനി ഉപയോഗപ്പെടുത്തുന്നത് അവിടെ ഏതാണ്? യാന്ത്രികോർജ്ജം മാത്രമാണ്. ഉപയോഗപ്പെടുത്താത്തത് താപോർജ്ജവും ശബ്ദോർജ്ജവുമാണ്. ഇനി ഫാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം ഇത് മൂന്നും ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ യാന്ത്രികോർജ്ജം മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്, താപോർജ്ജവും ശബ്ദോർജ്ജവും നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മിക്സി പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു, യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം എന്നിവ ഉണ്ടാകുന്നു. യാന്ത്രികോർജ്ജം മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്, താപോർജ്ജവും ശബ്ദോർജ്ജവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ രാസമാറ്റം, ഭൗതികമാറ്റം, ഊർജ്ജമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും നമ്മെ സഹായിക്കുന്നു. ഇനി നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ മാറ്റങ്ങളിലെ ഊർജ്ജ നഷ്ടം കുറച്ചുകൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഇത് ഊർജ്ജ സംരക്ഷണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പം LED ബൾബൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അത് എന്താണ്, കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു നിശ്ചിതമായിട്ടുള്ള എന്ത് മാറ്റമാണോ വേണ്ടത് അത് മാത്രം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുകയും അതും വളരെ കുറച്ചല്ലേ, വൈദ്യുത ഉപയോഗം വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. താപോർജ്ജവും വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമേ അതിൽ നിന്നും പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പടക്കം പൊട്ടുന്നു, കുപ്പി പൊട്ടുന്നു, പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു, വൈദ്യുത കമ്പി പൊട്ടുന്നു. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? പട്ടത്തിന്റെ ചരട് പൊട്ടുന്നു എന്നുള്ളതാണ്. കാരണം പടക്കം പൊട്ടുമ്പോൾ അവിടെ രാസമാറ്റമാണ്, കുപ്പി പൊട്ടുമ്പോൾ അവിടെ ഭൗതിക മാറ്റമാണ് ഉണ്ടാകുന്നത്, വൈദ്യുത കമ്പി പൊട്ടുമ്പോൾ അവിടെ ഭൗതിക മാറ്റം ഉണ്ടാകുന്നു. ഇവിടെ പട്ടത്തിന്റെ ചരട് പൊട്ടുമ്പോൾ എന്തുണ്ടാകുന്നില്ല? അവിടെ യാതൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. ഇനി താഴെ പറയുന്ന മാറ്റങ്ങൾ പരിശോധിച്ച് രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ എന്നെഴുതാനാണ്. 1. കർപ്പൂരം കത്തുന്നത്, അതെന്താണ്? രാസമാറ്റമാണ്. ചെമ്പ് പാത്രം ക്ലാവ് പിടിക്കുന്നത് രാസമാറ്റമാണ്. വിറക് കീറുന്നത് ഭൗതിക മാറ്റമാണ്. ദോശമാവ് പുളിക്കുന്നത് രാസമാറ്റമാണ്. ടാർ ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. അതുപോലെ തന്നെ ടവൽ ജലം വലിച്ചെടുക്കുന്നത് ഭൗതിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് ഭൗതിക മാറ്റം. മത്സ്യം കേടാവുന്നത് രാസമാറ്റം. പച്ചില പഴുത്ത് മഞ്ഞ നിറമാവുന്നത് രാസമാറ്റം. അപ്പോൾ ഓരോന്നിലെയും മാറ്റം ഏതാണെന്ന് ജസ്റ്റ് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തത്, വൈദ്യുതോർജ്ജം വ്യത്യസ്ത രൂപങ്ങളിലാക്കി മാറ്റി ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ പേര് എഴുതുക. 1. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണ്. ഓക്കെ, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നത് ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് കെറ്റിൽ. അവിടെയൊക്കെ എന്താണ്? അത് ചൂടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ താപോർജ്ജമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നതാണ് ബാറ്ററിയിൽ സംഭവിക്കുന്നത്. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നതാണ് ലൗഡ് സ്പീക്കറും അതുപോലെ തന്നെ ഇലക്ട്രിക് ബെല്ലും. ഇനി വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നത് ബൾബ്, ഫ്ലൂറസെന്റ് ലാമ്പ്, LED ലൈറ്റ്. ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. 4ാമത്തെ ചോദ്യം, താപം സ്വീകരിച്ച് നടക്കുന്ന മാറ്റങ്ങളെല്ലാം രാസമാറ്റങ്ങളാണ്. ഈ പ്രസ്താവന ശരിയാണോ? എന്തുകൊണ്ട്? ശരിയാണോ? അല്ല. താപം സ്വീകരിച്ച് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും രാസമാറ്റങ്ങളല്ല. ചില ഭൗതിക മാറ്റങ്ങളും താപം സ്വീകരിച്ചാണ് നടക്കുന്നത്. ഉദാഹരണം, ഐസ് ഉരുകുന്നത്, അവിടെ എന്താണ്? താപം സ്വീകരിച്ചാണ്, പക്ഷെ അത് രാസമാറ്റമാണോ? അല്ല, അതെന്താണ്? ഭൗതിക മാറ്റം ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി തുടർ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. അടുത്ത പാഠഭാഗം 8ാമത്തെ പാഠഭാഗമാണ് ചലനം നിത്യജീവിതത്തിൽ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.